ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ചിക്കൻ നഗറ്റ്സ് ആണ്. ചിക്കൻ ഫില്ല് ചെയ്ത് കോട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഫസ്റ്റ് അതിന് വേണ്ട ബ്രെഡ് പൊടിച്ചെടുക്കാം. ബ്രെഡ് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ബോൺലെസ് ചിക്കന് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആവശ്യത്തിനനുസരിച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടിയായിട്ടോ മുഴുവനായിട്ടോ അങ്ങനെ കയ്യിൽ വെച്ച് അതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 സ്പൂൺ മുളക് പൊടി, അടുത്തത് 1 ടേബിൾ സ്പൂണോളം വാനില എസൻസ്, 1/4 ടീസ്പൂൺ വലിയ ജീരകം ഇത് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ശേഷം അരച്ചെടുത്ത പേസ്റ്റ് രൂപത്തിലുള്ളത് മാവ് പോലെ കുഴച്ച് ഇതുപോലെ ഒരു ഷീറ്റിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക. കുറച്ച് ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിലും ഇത് പരത്തി ഇങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. സ്ക്വയർ ഷേപ്പിൽ ഈ ഷേപ്പിലും ചെയ്യാം. എനിക്കത് ചെയ്യുന്ന വീഡിയോ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക, സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. 2 മണിക്കൂറിന് ശേഷം ഇത് പുറത്തെടുത്തിട്ട് കുറച്ച് ബ്രെഡ് ക്രംസും ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. ഇതിൽ ഓരോ പീസ് എടുത്തിട്ട് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തിട്ട് വെക്കാം. എല്ലാം അതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക. ബ്രെഡ് ക്രംസൊക്കെ കോട്ട് ചെയ്തിട്ട് വെക്കുക. ശേഷം ഒരു എയർ ടൈറ്റായ ഒരു ബോക്സിൽ ഇത് ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് ഇത് ഓരോന്നും സെറ്റ് ചെയ്ത് വെക്കുക. ലെയറായിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് വേണം ഇതാക്കാൻ, അല്ലെങ്കിൽ ഇത് ഒന്ന് ഒട്ടിയെടുക്കും. ഇങ്ങനെ അതെല്ലാം കോട്ട് ചെയ്ത് കവർ ചെയ്ത് ബോക്സിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് 1 മണിക്കൂർ വീണ്ടും ഫ്രിഡ്ജിൽ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1 മണിക്കൂറിന് ശേഷം അത് പുറത്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനായ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നല്ല രണ്ട് സൈഡും ബ്രൗൺ കളറാകുമ്പോൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. നല്ല ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. കൂടെ ടൊമാറ്റോ സോസോ മയണൈസൊക്കെ കൂട്ടിയിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമായ മറ്റുള്ളവർക്ക് ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഈസി സിമ്പിൾ സ്നാക്സാണിത്.